അനന്തകൃഷ്ണന്റെ പാതിവില തട്ടിപ്പ് പദ്ധതിയുടെ ഭാഗമായി കിട്ടിയ സ്കൂട്ടറിലും തട്ടിപ്പ്. കോട്ടപ്പുറം സ്വദേശി വിജയലക്ഷ്മിക്ക് ലഭിച്ച സ്കൂട്ടർ 48 കിലോമീറ്റർ ഓടിയ ശേഷം തകരാറിലായി. കഴിഞ്ഞ 1.5 മാസമായി വീട്ടിൽ അനക്കാൻ കഴിയാതെ നിർത്തിയിട്ട സ്കൂട്ടറിന്റെ തകരാർ പരിഹരിക്കാൻ സമീപത്തൊന്നും സർവീസ് സെന്ററുമില്ല. പണം മുൻകൂർ വാങ്ങി സ്കൂട്ടർ ലഭിച്ചില്ലെന്ന പരാതികൾ വരുമ്പോഴാണ് കിട്ടിയ സ്കൂട്ടറിലെ തട്ടിപ്പും പുറത്തുവരുന്നത്. കൊണ്ടോട്ടി മുതുവല്ലൂരിലെ KMC ചാരിറ്റബിൾ സൊസൈറ്റിയാണ് സ്കൂട്ടർ വിജയലക്ഷ്മിക്ക് നൽകിയത്. നിരത്തിലോടിക്കാൻ ലൈസൻസ് വേണ്ടെന്ന ആകർഷണമാണ് ഇലക്ട്രിക് സ്കൂട്ടർ തിരഞ്ഞെടുക്കാൻ കാരണം. 1.5 മാസത്തിനിടെ ആകെ ഓടിക്കാനായത് 48 കിലോമീറ്റർ മാത്രം. ഓടിക്കാൻ പറ്റണില്ല. വേറെ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ട്. സ്റ്റാർട്ട് ഓണാക്കുമ്പോഴേക്ക് ആ ഒരു സൗണ്ട് അങ്ങനെ നിൽക്കൽ തുടങ്ങിയിട്ടിപ്പോൾ ഒരു 1.5 മാസമായി. ഡിസംബറിലാണ് കിട്ടിയത്. ഇപ്പോൾ ഒന്നുമില്ല. ആക്രിക്കാർക്ക് കൊടുക്കണ രീതിയിൽ ഇവിടെ മുറ്റത്ത് കിടക്കുന്നുണ്ട്. സ്കൂട്ടറിന്റെ വില നൽകിയതിന് ബില്ലുൾപ്പെടെ ഒരു രേഖയും നൽകാത്തതിനാൽ മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാനും ഇവർക്ക് കഴിയുന്നില്ല. കൊണ്ടോട്ടിയിലും പരിസരത്തും പണം നൽകിയ നിരവധി പേർക്ക് ഇനിയും സ്കൂട്ടർ ലഭിക്കാനുണ്ട്. പണം ആവശ്യപ്പെടുന്നവർക്ക് തിരിച്ചു നൽകി തടിയൂരാനാണ് KMCയുടെ ശ്രമം. ഔദ്യോഗികമായി പ്രതികരണവുമില്ല. അനന്തകൃഷ്ണന്റെ NGO വഴി കൊണ്ടോട്ടിയിൽ പകുതി വില പ്രചരണത്തിന് നേതൃത്വം നൽകിയത് KMC എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. 24 മലപ്പുറം.